ഹായ് ആൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. എൻ്റെ ഫുൾ ഡേ ഞാൻ ഇന്ന് ഇതിൽ കാണിക്കുന്നില്ല. ഞാൻ എണീറ്റ് റൂമും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. കാരണം എണീക്കാൻ തന്നെ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട്. ഇന്ന് ഫാസിക്കാക്കും എനിക്കും ഓഫാണ്, പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അപ്പോൾ ലേറ്റ് ആയിട്ടാണ് എണീറ്റ്. ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ക്ലീനിങ് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ലഞ്ച് ഇങ്ങനെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത ടൈമിലാണ് ഞാൻ വിചാരിച്ച് ഇന്നൊരു വീഡിയോ എടുത്താലോ, ഇന്ന് വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ലല്ലോ. അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ഞാനിതാ ഫുഡും കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യാണ്. പ്ലേറ്റിലേക്കും ബൗളിലേക്കൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഡിഷസൊക്കെ ഇങ്ങനെ മാറ്റിയും കൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു തട്ടിക്കൂട്ട് ഫുഡാണ് കേട്ടോ. കാരണം വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇല്ല വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് ഞാനൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി. പിന്നെ ബോൺലെസ് പീസ് ഉണ്ടായിരുന്നു, ഒരു ബ്രസ്റ്റ് പീസ് ഉണ്ടായിരുന്നു ബാക്കി. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ചില്ലി ചിക്കനും ഉണ്ടാക്കി. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മളെ ലഞ്ച്. അപ്പോൾ നമുക്കിനി കഴിക്കാം. ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അങ്ങനെ നമ്മൾ ആ ഫുഡ് കഴിക്കലൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ നല്ലൊരു ഉറക്കം ഉറങ്ങിയതിന് ശേഷം നമുക്കിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകണം. നമ്മളെ വെജിറ്റബിൾസും എല്ലാ കാര്യങ്ങളും തീർന്നു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഇന്ന് പർച്ചേസിങ്ങിന് ഇറങ്ങാം. ഇന്ന് ഫാസിക്കാക്ക് ലീവ് ആയതുകൊണ്ട് തന്നെ ഇന്ന് ഫാസിക്കാന് ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. നാളെ സൺഡേ ആയതുകൊണ്ട് തന്നെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളിന്ന് ലുലുക്കാണ് പോകുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് നമ്മളെ ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം മിക്കതും നമ്മളെ ഗ്രോസറി ഐറ്റംസ് കംപ്ലീറ്റ് നമ്മൾ ലുലുന്നാണ് ഇപ്പോൾ പർച്ചേസ് ചെയ്യൽ. പിന്നെ ഇടയ്ക്ക് പാണ്ടയിലൊന്ന് പോവും. പാണ്ടയിൽ നിന്ന് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട് കേട്ടോ.
ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചോക്ലേറ്റ്സിനും ബിസ്ക്കറ്റ് അങ്ങനത്തെ കുറേ ഐറ്റംസ്, മിക്ക ഐറ്റംസിനും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഫുഡിൻ്റെ ഒക്കെ സെക്ഷനാണ്. പിസ്സ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടുന്ന കൗണ്ടറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് വേണ്ട ഏകദേശ സാധനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തു. സവാളയും കാര്യങ്ങളൊന്നും ഇവിടുന്ന് കിട്ടിയില്ല കേട്ടോ. ഇവിടെ ഇല്ലായിരുന്നു, തീർന്നു പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മളെ ഫ്രണ്ട്സുകളെ ഇവിടുന്ന് മീറ്റ് ചെയ്ത് കുറച്ച് നേരം അവരോട് സംസാരിച്ചിരുന്നത്. ഇത് നമുക്ക് ലുലുവെന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുള്ളൊരു മാഷ്മെല്ലോ പോലത്തെ ഒരു മിഠായിയാണ്. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബില്ല് ചെയ്ത് നമ്മൾ നേരെ ലുലുവിൻ്റെ പുറത്തിറങ്ങി. അത് ലുലുവിൻ്റെ ബിൽഡിങ്ങിൻ്റെ താഴെ ഷീറാലത്തി എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പുണ്ട്. കേക്ക് ഐറ്റംസ്, പേസ്ട്രീസും ചോക്ലേറ്റ്സൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ്. അങ്ങനെ നമ്മളവിടെ കുനാഫ ചോക്ലേറ്റ് കണ്ടിരുന്നു. ആ കൗണ്ടറിൽ ഇരിക്കുന്ന ആൾ ഫാസിക്കാൻ്റെ ഫ്രണ്ടും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഫാസിക്ക അവരെ കണ്ടിട്ടാണ് അങ്ങോട്ടേക്ക് നമ്മൾ കയറിയത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കുക വൈഫിന് എന്ന് പറഞ്ഞ് ആ ടൈമിൽ ഫാസിക്കിനോട് ചോദിച്ച് കുനാഫ ചോക്ലേറ്റ് വേണമെന്ന്. കാരണം ഞാനിതിൻ്റെ മുന്നേ വേറെ ഷോപ്പിലൊക്കെ പോയപ്പോൾ അവിടെ അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ആ ഷോപ്പിൽ നിന്നൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനൊരു പിസ്താഷ്യോ ഫ്ലേവറുള്ള കുനാഫ ചോക്ലേറ്റ് വാങ്ങിച്ച്. വേറെയും കുറേ ഫ്ലേവേഴ്സിലുള്ള ചോക്ലേറ്റ്സ് അവിടെ ഉണ്ട് കേട്ടോ. പിസ്താഷ്യോ മാത്രമല്ല, ന്യൂട്രലൻ്റെ കുനാഫ ചോക്ലേറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പിസ്താഷ്യോ ഫ്ലേവറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അവിടെ ഒരുപാട് ടൈപ്പ് ഓഫ് നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഹാമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അവർ നമുക്ക് വെറൈറ്റി നമ്മൾ പറയുന്ന ടൈപ്പ് കേക്ക്സും കാര്യങ്ങളൊക്കെ അവർ മേക്ക് ചെയ്ത് തരും കേട്ടോ. അങ്ങനെ എന്താ പിസ്താഷ്യോ കുനാഫ എടുത്തു. അവിടെ ന്യൂട്രലയും അതുപോലെ തന്നെ ഒരു കോക്കനട്ടിൻ്റെ കുനാഫ ഉണ്ട്, ഒമാൻ ചിപ്സിൻ്റെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത് പിസ്താഷ്യോൻ്റെ ആയതുകൊണ്ട് തന്നെ അത് അവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് നേരെ ലുലുവിൻ്റെ പുറത്തിറങ്ങി. ഇനി ഫാസിക്കാക്ക് എന്നെ റൂമിലാക്കിയിട്ട് ഫാസിക്കാൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോകണം. ഫ്രണ്ട് നാളെ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പെട്ടിയും കാര്യങ്ങളൊക്കെ കെട്ടാനൊക്കെ ഉണ്ട്. അപ്പോൾ എന്നെ റൂമിലാക്കിയതിന് ശേഷം വേണം അവരുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ വേഗം റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്തിട്ട് വെക്കണം. അത് വലിയൊരു ചടങ്ങ് തന്നെയാണ്. എനിക്കത് വലിയ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ്. എനിക്ക് പർച്ചേസൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണെങ്കിലും ഇതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കുക എന്നുള്ളത് ഭയങ്കര റിസ്ക് പിടിച്ച പണി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് വീഡിയോ എടുക്കണതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചൊരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ചിക്കനൊക്കെ ഏകദേശം നമുക്ക് വേണ്ട രീതിക്ക് നമ്മൾ കുറച്ചായിട്ട് ഇങ്ങനെ എടുത്തിട്ട് കവറിലാക്കിയിട്ട് വെക്കാറാണ് കേട്ടോ ചെയ്യാറ്. അല്ലെങ്കിൽ ഒരുമിച്ച് ഫ്രീസ് ഔട്ടായിട്ട് എടുക്കേണ്ടി വരും, അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഇങ്ങനെ കുറച്ച് കവറിലാക്കിയിട്ട് മാറ്റി വെക്കാറാണ്. ഇനി അതൊരു കണ്ടെയ്നറിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് നേരെ ഫ്രീസറിലേക്ക് കയറ്റി വെക്കും. ഒരു 2 ആഴ്ചയൊക്കെ മുന്നേ എൻ്റെ അളിയാക്ക നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിരുന്നു കേട്ടോ. അപ്പോൾ അളിയാക്കാൻ്റെ അടുത്ത് ഉമ്മ എനിക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇങ്ങനെ കൊടുത്ത് വെച്ചിരുന്നു. ഒരു വീഡിയോയിൽ കണ്ടത് കറിവേപ്പിൻ്റെ ഇല നമുക്ക് കുറേ കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ടിപ്പ്. അപ്പോൾ ഞാൻ കരുതി ഈ കറിവേപ്പിൻ്റെ ഇല ഒന്ന് അങ്ങനെ എടുത്ത് വെക്കാമെന്ന്. ഏതായാലും നാട്ടിൽ നിന്ന് അവർ അത്രയും കഷ്ടപ്പെട്ടിട്ട് നമുക്ക് വേണ്ടിയിട്ട് കൊടുത്ത് വെച്ചതല്ലേ. അപ്പോൾ അത് നല്ല രീതിക്ക് തന്നെ കുറച്ചാൾ ഉപയോഗിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയല്ലേ. പക്ഷേ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടൈം റിസ്ക് എടുത്തു. ഇതിൽ കുറച്ച് ഇലകളൊക്കെ കറുപ്പ് കളറായിട്ട് വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തത് നന്നായി എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ കരുതി. ഇനി നമുക്ക് ഏതായാലും ഇതിൽ നല്ല ഇലകൾ വേർതിരിച്ചെടുക്കാം നമുക്ക് ആവശ്യമുള്ളത്. ഇനി ഞാനൊരു സിപ്പ് ലോക്ക് കവർ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള കറി ലീവ്സൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നല്ല രീതിക്ക് തന്നെ എയറൊക്കെ കളഞ്ഞ് സിപ്പ് ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഞാനിതിന് ഫ്രീസറിൽ കയറ്റും. ആ വീഡിയോയിൽ പറഞ്ഞത് ഇത് കുറേ കാലം കേടുകൂടാതെ നല്ല അടിപൊളിയായിട്ടിരിക്കുന്നതാണ്. അപ്പം നമുക്ക് ഏതായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ സാധനങ്ങൾ വാങ്ങിച്ചതെല്ലാം ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി രാത്രിക്കത്തെ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാൻ ഫാസിക്കല്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഫാസിക്ക ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോയി. ഇനി ഏതെങ്കിലുമൊക്കെ ഒരു മൂവിയൊക്കെ കണ്ട് നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പം എൻ്റെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞു. ഇനി ഞാൻ നമ്മളുടെ കുനാഫ ചോക്ലേറ്റ് ഉണ്ടല്ലോ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. സംഭവം ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്കിഷ്ടമായി. പിന്നെ ഇത് ഞാൻ റൂമിലേക്ക് കൊണ്ടുവന്ന ടൈമിൽ കുറച്ച് മെൽറ്റ് ആയിരുന്നു കേട്ടോ. കാരണം നമ്മൾ വാങ്ങിച്ച് കുറച്ച് നേരം നമ്മൾ ഷോപ്പിൽ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് ഫാസിക്കാൻ്റെ ഫ്രണ്ടിനോടൊക്കെ സംസാരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയ രീതിക്കൊന്ന് മെൽറ്റായിരുന്നു. അപ്പോൾ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് തണുപ്പിച്ചിട്ടാണ് കഴിക്കുന്നത്. സംഭവം ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഈ ചോക്ലേറ്റ് വേറെ ഷോപ്പിലൊക്കെ ചോദിച്ചപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. 69 റിയാലായിരുന്നു കേട്ടോ ആ ഷോപ്പിൽ റേറ്റ് വന്നിരുന്നു. പക്ഷേ ഇവരുടെ ഈ ഷോപ്പിൽ എത്രയോ 24 റിയാലിനാണ് അവർ കൊടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ 19 റിയാലിനാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചത് കേട്ടോ. അങ്ങനെ നമ്മൾ ഫിലിമൊക്കെ കണ്ട് ഇനി കിടക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ എന്തായാലും ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഫേസ് വാഷൊക്കെ ഇട്ട് മുഖമൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം കിടക്കാമെന്ന് വെച്ച്
ക്രീമും കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ ഇങ്ങനെ പർച്ചേസിങ്ങിനൊന്നും പോണ ടൈമിൽ ഇടാറില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഐബ്രോ ഫില്ല് ചെയ്യും, അതുപോലെ തന്നെ ജസ്റ്റ് ഒരു കണ്ണിൻ്റെ അടിയിൽ ജസ്റ്റ് ഒന്ന് കൺമഷി വെച്ചിട്ടൊന്ന് എഴുതി കൊടുക്കും. പിന്നെ ലിപ്സ്റ്റിക്ക് ഇടും. അതിട്ടാൽ തന്നെ ഓൾമോസ്റ്റ് നമ്മളെ മുഖത്തുള്ള ഡൾനെസ്സൊക്കെ മാറി എന്തോ ഒരു മുഖത്തിനൊരു ബ്രൈറ്റ്നെസ്സൊക്കെ വരും. എനിക്ക് ലിപ്സ്റ്റിക്ക് ഇട്ടാൽ തന്നെ ഒരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ലിപ്സ്റ്റിക്ക് എനിക്ക് മുഖ്യമാണ്. അത് ഓൾമോസ്റ്റ് എല്ലാ ഗേൾസിനും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ലിപ്സ്റ്റിക്ക് ഇട്ടാൽ ഭയങ്കര ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഐലൈനറൊന്നും അങ്ങനെ എപ്പോഴും യൂസ് ആക്കാറൊന്നുമില്ല. ജസ്റ്റ് ഔട്ടിങ്ങിനൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് പോകുമ്പോഴൊക്കെ ഇടുന്നല്ലാതെ ഇങ്ങനെ പർച്ചേസിങ്ങിനൊന്നും പോകുന്ന ടൈമിൽ അങ്ങനെ ഇടാറില്ല. പിന്നെ നൈറ്റും അല്ലേ. അപ്പോൾ അതാ നമ്മൾ മേക്കപ്പ് എന്ന് പറയാനൊന്നുമില്ല. ജസ്റ്റ് ലിപ്സ്റ്റിക്കും ഐബ്രോ ഫില്ല് ചെയ്തതും ജസ്റ്റ് ഒന്ന് കണ്ണെഴുതിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കളഞ്ഞ് ഇനി നമുക്ക് മുഖമൊക്കെ ഒന്ന് ഫേസ് വാഷൊക്കെ ഇട്ട് കഴുകിയതിന് ശേഷം കിടക്കാൻ പോവാം. ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, ഉറങ്ങാനുള്ള ടൈമായി. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു മിനി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കണേ. നിങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.